ഹലോ ഹായ്, ഞാനിന്ന് കോഴിക്കോട് പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇവിടുത്തെ ഹർഷാദ് സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു ബുള്ളറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് ഇതിന് ഇന്ധനം വേണ്ട എന്നുള്ളതാണ്. ഈ വണ്ടി ഓടാൻ പെട്രോളോ ഡീസലോ ഒന്നുമില്ലാതെ ഈ വണ്ടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മുടെ ഹർഷാദ് പറയുന്നത്. വണ്ടി നോക്കിയോ? ഹർഷാദ് മാസ്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് ഹർഷാദ്. ബുള്ളറ്റിന്റെ ഈ ഒരു ടാങ്ക് ഒക്കെ പുറത്തെടുത്താണോ? അതെ, പുറത്തെടുത്താണ്. അതുപോലെ പിന്നെ ഇതൊക്കെ സെക്കൻഡ് വാങ്ങിച്ചാണോ? ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കി? 2 ആഴ്ച കൊണ്ട് നിർമ്മിച്ചതാണ്. 2 ആഴ്ച കൊണ്ട് നിർമ്മിച്ചാണ്. നമ്മുടെ വർക്കിന്റെ സമയം കഴിഞ്ഞുള്ള ഫ്രീ സമയത്ത് ചെയ്തതാണ്. അതല്ലേ, പെട്രോള് വേണ്ട, ഡീസൽ വേണ്ട, അതുപോലെ തന്നെ ഒന്നും വേണ്ട, ഒരു ചെലവില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാം. എന്താണ് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ കാരണം? ദിനം പ്രതി പെട്രോളിന്റെ പൈസ കൂടി വരികയാണ്. പിന്നെ പെട്രോളിന്റെ റേറ്റ് പറയാതിരിക്കാന്നല്ലേ, ഇപ്പൊ 90-ലെത്തി നിൽക്കുകയാണ്. ഈ ഏപ്രിലിൽ അങ്ങോട്ടേക്ക് 72 റുപ്യന്റെ മേലെ ഇപ്പൊ 90-ലെത്തിയിരിക്കുകയാണ്. ഇനി അത് ഇനിയും കുതിച്ചു കയറും. ആ കുതിച്ചു കയറുന്ന ഒരു സാധാരണക്കാരന് പെട്രോൾ അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിനൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സ്വന്തമായ ഒരു രൂപകൽപ്പന ചെയ്തതാണ്. അതെ. അപ്പൊ പിന്നെ എന്താണെങ്കിലും എല്ലാവർക്കും ഇതുപോലൊരു വണ്ടി വാങ്ങിക്കാൻ. കാരണം അമ്മ അതിൽ വില വർധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ലിറ്ററിന് 90 രൂപ അല്ലേ? ഒരു ബുള്ളറ്റ് ഓടിക്കാന്ന് പറഞ്ഞ ഒരു ലിറ്ററിന് 30 മൈലേജ് അത്രേ കിട്ടുള്ളൂ. അപ്പൊ ഒരു ദിവസത്തെ വരുമാനം തന്നെ പെട്രോളിന്. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഇതിൽ തുടരുന്നതാണോ പറയണത്? തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ഇതുപോലെ എല്ലാവരും സൈക്കിൾ ഉണ്ടായി ഓടിക്കുക അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ഹർഷാദിന്റെ ഒരു ഭാവനയിൽ വന്നത്. അതായത് പെട്രോൾ വില വർധവിനെതിരെ പ്രതിഷേധം പോലെ ഹർഷാദ് ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പൊ ഒരു വണ്ടിയല്ല, ഒരു വണ്ടി കൂടി ചെയ്തിട്ടുണ്ട്, 2 വണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. അതല്ലേ, ഒരു മൈലേജ് കുറവുള്ള സാധനങ്ങളാ. അപ്പൊ ഇതൊന്നും ഈ വില കൂടിയ പെട്രോൾ ഓടിച്ചിട്ട് നമുക്ക് ഓടിക്കാൻ ആവൂല. ഒരിക്കലും ആവില്ല. അപ്പൊ പിന്നെ ഇതൊരു പ്രതിഷേധം, ഈ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൗണുകളിലൊക്കെ പോവാറുണ്ട്. അതെ. എന്നിട്ട് അതേമാതിരി അവിടെ എല്ലാരും കാണിക്കാറുണ്ട്, എല്ലാരും ഫോട്ടോ എടുക്കാറുണ്ട്. അതെ. ദിവസം പോകും. ഒരു 30 കിലോമീറ്റർ എന്തായാലും പോയിരിക്കും. ഇത് ഇങ്ങനെ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? ഒരു 15 രൂപ ചെലവ്. 15 രൂപ ചെലവ് വന്നിട്ടുണ്ടല്ലേ? നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഹോൺ ഉണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ എല്ലാം ബുള്ളറ്റിനുണ്ട്. പക്ഷെ പോണെങ്കിൽ അതെ, അതാണ് ഇതിന്റെ ചെയിനൊക്കെ ബുള്ളറ്റിനാണല്ലേ? ഇത് മോനാണല്ലേ? 2 ആൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഹെഡ്ലൈറ്റ് ബുള്ളറ്റിന്റെ തന്നെയാണോ? ഇതിന്റെ ഡോം മാത്രമേ ബുള്ളറ്റിന്റെ ഉള്ളൂ. ഇതൊക്കെ PVC പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചാണ്. ഇത് PVC പൈപ്പാണ്. ഇത് എൻഫീൽഡിന്റെ അതേ മോഡൽ തന്നെ PVC പൈപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക് ഷോക്ക് അബ്സറും PVC പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചാണ്. അതല്ലേ, പഴയ വണ്ടിയുടെ റോയൽ എൻഫീൽഡിന്റെ ടാങ്ക് തന്നെ അല്ലേ? അതുപോലെ ഇതിലാണ് ബാറ്ററി ഉള്ളത്. ഫോൺ വെച്ചിട്ട് എത്ര വോൾട്ടിനാ? 12 വോൾട്ടിന്റെ. 12 വോൾട്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് എന്താണ് ഒരു ആഗ്രഹം? അടുത്തൊരു 4 വീലിലേക്ക് നീങ്ങാൻ, ഇതേപോലെ തന്നെ ചവിട്ടി കൊണ്ടു നടക്കുന്ന ഒരു കാറിലേക്ക്. അതെ, അതായത് ചവിട്ടി കൊണ്ടു നടക്കുന്ന ഒരു കാറില്. അതായത് നമ്മുടെ കാളവണ്ടി യുഗത്തിലേക്കാണോ പറയണത്? തീർച്ചയായിട്ടും അങ്ങനെ പോവേണ്ടി വരും. ഈ പെട്രോളിന്റെ വില ഇങ്ങനെ കുതിച്ചു കയറുകയാണെങ്കിൽ. ഇതാ വരുന്ന അടുത്തൊരു ചേതക്ക്. ഇതും ചവിട്ടി പോകുന്ന ഒരു ചേതക്ക്. ബാക്ക് സൈക്കിള്, ഫ്രണ്ടിലിതാ നമ്മുടെ മുന്നേ നമ്മൾ ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തിരുന്നു, ചേസായി അല്ലേ? ആ ചേസായി പോലെ ഒരു മറ്റൊരു ചേതക്ക്. നമ്പർ പ്ലേറ്റ് KL 11. കോഴിക്കോടിന്റെ ഒരു അഭിമാനമായിട്ടൊരു KL 11 എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹോണൊക്കെ ഉണ്ട് കേട്ടോ. എയറോണ്ട് വെള്ളം വെക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ചേസായി, ഇതാണ് ബുള്ളറ്റ്. അപ്പോൾ 2 വണ്ടികൾ നമ്മുടെ പെട്രോൾ വില വർധനവിനെതിരെ ഒരു പ്രതിഷേധവുമായിട്ട് നമ്മുടെ ഹർഷാദ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു പ്രതിഷേധം എല്ലാവരും അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയതിലൂടെ ഹർഷാദിന് പറയാനുള്ളത് അല്ലേ? ഒരുപാട് ആളുകൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ വണ്ടി ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതെ, ഞാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ഇതേപോലെ വണ്ടി ഉണ്ടാക്കി കൊടുക്കും. ഇതേപോലെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ, ഓർഡർ വന്നിട്ടുണ്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പൊ എന്താണെങ്കിലും ഈ ബുള്ളറ്റ് ഞാനൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. അടിപൊളി. ഇതത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. ഒരു സൈക്കിളിന്റെ വെയിറ്റ് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. അടിപൊളി ഓടാനല്ലോ. അയ്യോ, പൊളി.
അപ്പോൾ ഞാനിതാ ബുള്ളറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അർഷാദ് ഇതാ ബാക്കിൽ ചേതക്കിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഭയങ്കര സിമ്പിളാട്ടോ സൈക്കിള്. കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്, പക്ഷെ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സ്പീഡും ഉണ്ട്. നമ്മളൊരു ബുള്ളറ്റ് ഭ്രാന്തനാണ്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ മുകളിൽ ഇറങ്ങാത്തത്. തീർച്ചയായിട്ടും എന്റെ ബുള്ളറ്റ് ആക്കി തരണം. അതാണ്. അപ്പൊ ഞാൻ ഈ വണ്ടി ഓടിച്ച് വളരെ ലേറ്റ് ആയിട്ടാണ്, ഇപ്പൊ തീരെ വെയിറ്റ് ഇല്ല. അവിടെ ആളുകളൊക്കെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ബാക്കിലുണ്ടോ. അപ്പൊ അർഷാദ് ഇതാ മുന്നിൽ പോകുന്നുണ്ട്, ഞാനിതാ ബുള്ളറ്റായിട്ട് ബാക്കിലും പോകുന്നുണ്ട്. അവിടെ ആളുകളൊക്കെ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയാണോ. സൈക്കിളാണോ സംഭവം. നമ്മുടെ ഈ ഒരു മെയിൻ റോഡിലൊന്ന് ചവിട്ടി നോക്കാൻ പറഞ്ഞിട്ട് വന്നാണ്. നോക്കി നോക്കുമ്പോൾ ഇവിടെ ആളുകൾ കംപ്ലീറ്റ് കൂടിയിട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയി എന്നുള്ളൊരു അവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് സെൽഫി എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് വണ്ടീനെ കംപ്ലീറ്റ് ആളുകൾ പൊതിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ട് കംപ്ലീറ്റ് ട്രാഫിക് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്രോളിൻ്റെ വില വർദ്ധനവിനെതിരെ ഇത് പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അർഷാദ് ഭായ് ഓക്കെ, എന്നാ കാണാം. ഭായ് പ്രതിഷേധം നടക്കട്ടെ, എങ്ങനെയെങ്കിലും കുറച്ച് വില കുറയട്ടെ.